നമുക്ക് അതിനെപ്പറ്റി ഇപ്പോഴൊക്കെയല്ലേ അതിനെപ്പറ്റി അറിയാവുന്നുള്ളൂ. അന്നേരം ഇപ്പോൾ അതറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, അഭിമാനമായിട്ട് തോന്നുന്നു. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. വളരെ സന്തോഷം. എല്ലാ കുഞ്ഞുങ്ങളോടും പറയുന്നത് അങ്ങനെയാണ്. സന്ധ്യയാവുമ്പം രാമനാമം ചെല്ലാനാണ് എല്ലാവരും പറയുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് പത്തനംതിട്ട കൊടുമൺ വൈകുണ്ഠപുരം ക്ഷേത്രത്തിലും വിപുലമായിട്ടുള്ള പരിപാടികളാണ് BJP നേതൃത്വം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ചടങ്ങ് തത്സമയം കാണുന്നതിനുള്ള സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ജയ് ശ്രീരാം. കൊടുമൺ വൈകുണ്ഠപുരം ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഈ പ്രാണപ്രതിഷ്ഠയുമായിട്ട് സെറമണിയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വീഡിയോ പ്രദർശനം കാണാൻ ഒരു ഭാഗ്യം തന്നെ ഈ എന്റെ ജന്മത്തിൽ കാണാൻ സാധിച്ചത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. ഒരുപാട് നമ്മുടെ കേരളത്തിലെ നാലമ്പല ദർശനം പോലെ തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം അയോധ്യയിൽ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കാണാൻ, ലൈവായിട്ട് കാണാൻ ഈ സെറമണി സാധിക്കുമെന്നുള്ള പ്രാർത്ഥനയും ഭക്തിയും ഭഗവാൻ അനുഗ്രഹം ഇതോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇങ്ങനൊരു ക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നമുക്ക് അതിനെപ്പറ്റി ഇപ്പോഴൊക്കെയല്ലേ അതിനെപ്പറ്റി അറിയാവുന്നുള്ളൂ. അന്നേരം ഇപ്പോൾ അതറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, അഭിമാനമായിട്ട് തോന്നുന്നു. തത്സമയ സംപ്രേഷണം കാണാനുള്ള ഒരു ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. അതെ, സന്തോഷത്തിലാണ്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. വളരെ സന്തോഷം. ജയ് ശ്രീരാം. ക്ഷേത്രത്തെപ്പറ്റി വളരെ നല്ല രീതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. എന്റെ വീട് തട്ടേല. എനിക്ക് വന്ന് തൊഴുത് പോകുന്ന ഒരു ഇതേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ ചടങ്ങിലേക്ക് എത്തുകയാണ്. അദ്ദേഹം നേരിട്ട് ചടങ്ങിൽ വന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം നടത്തും. എന്താണ് ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്, എന്താണ് അമ്മയുടെ ഒരു അഭിപ്രായം? എന്താണ്? നല്ലൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. വളരെ പണ്ടുകാലം തൊട്ടേ, അല്ലെ ഞാൻ കുഞ്ഞുനാളിൽ തൊട്ടേ കേൾക്കുന്ന ഒരു മന്ത്രമാണ് രാമമന്ത്രം. രാമരാമ എന്ന് സന്ധ്യ നാമം ചെല്ലുന്നത് തന്നെ നമ്മൾ രാമരാമം ചൊല്ലിക്കൊണ്ടാണ്. എല്ലാ കുഞ്ഞുങ്ങളോടും പറയുന്നത് അങ്ങനെയാണ്. സന്ധ്യയാവുമ്പം രാമനാമം ചെല്ലാനാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ ചരിത്ര മുഹൂർത്ത സമയത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുകയാണ് ക്ഷേത്രത്തിലേക്ക്. നരേന്ദ്രമോദിയുടെ കാലത്താണല്ലോ നമുക്ക് ഇത്രയൊരു സൗഭാഗ്യം കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആ ധന്യമുഹൂർത്തത്തിൽ വളരെ സന്തോഷം. എന്തോ പറയാനൊരു ചരിത്ര മുഹൂർത്തം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. തന്നെയല്ല, നമ്മുടെ മോദിജിയുടെ ഭരണകാലം ആയതുകൊണ്ട് ഇത് ഇത്രയൊക്കെ ഭംഗിയായിട്ട് നടന്നു. നമ്മുടെ എല്ലാം ചിരകാല സ്വപ്നം പൂവണിഞ്ഞു എന്ന് പറയാം. ഓക്കെ. അയോധ്യയിലെ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആ ഒരു സമയം അത് ചരിത്ര മുഹൂർത്തം എന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.